മലയ തോചൻ മാതവമേ. ഒന്നുകൂടി പതുക്കെ 1 2 പറയാം. അപ്പോൾ നമ്മൾ 1 2 ധി തി തൈ 1 2 ധി തി തൈ. ഇരുന്നിട്ട് ഇവിടുന്ന് അലൈ മക കലൈ മകൾ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അരമണ്ഡലം ഇരിക്കുകയാണ്. അരമണ്ഡലം ഇരുന്നിട്ടാണ് നമ്മൾ ആ ഒരു വീണ പണിക്ക് വാ നീ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും എന്താണ് ദേ ഇങ്ങനെ 1, അത് കഴിഞ്ഞത് അപ്പുറത്തേക്ക് 2, എന്നിട്ട് നമ്മൾ 1 2 3 4. കൈ ഇതേ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡാൻസ് ഇവിടെ കഴിയുകയാണ്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി നീയേ തുണയെന്ന് തുടങ്ങുന്ന ഒരു ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ അതിലത്തെ പല്ലവി, അനുപല്ലവി, ചരണം ഇതിൻ്റെയൊക്കെ കൈകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ കാലോട് കൂടിയിട്ട് എങ്ങനെ കളിക്കുക എന്നുള്ള വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെ അതിൻ്റെ കൂടെ കാലെങ്ങനെ കളിക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോടു കൂടി നമ്മുടെ ദേവി നീയേ തുണി എന്നുള്ളൊരു ഡാൻസ് കഴിയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. പരമാവധി എല്ലാത്തിനും ഞാൻ തിരിച്ച് മറുപടിയും നൽകാൻ ശ്രമിക്കാറുണ്ട്. ഈ വീഡിയോകളെല്ലാം കണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെച്ചാൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചരണമാണ്. ചരണത്തിൽ നമുക്ക് കൈയും കാലും കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇതിനു മുന്നേ ചരണത്തിൻ്റെ മാത്രം കൈ പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കണ്ടു പഠിച്ചവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പല്ലവിയും അതേപോലെ അനുപല്ലവീൻ്റെയും കൈയും കാലും കൂടി എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചരണമാണ്. അപ്പോൾ ചരണത്തിൻ്റെ കൈ മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ചവർക്ക് ഞാനിപ്പോൾ ഈ പറയണതൊക്കെ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും ഇനി ഇത് കണ്ട് പഠിക്കാത്തവരുണ്ടെച്ചാൽ അത് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ അനുപല്ലവി ചെയ്തിട്ട്, അതായത് പല്ലവിയിൽ ചെയ്ത അതേ ഭാഗമായിരുന്നു നമ്മൾ അനുപല്ലവിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു, തക്ക ധീമി പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തൊന്ന് ബാക്കോട്ട് പോയി, പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു വന്ന് ദേ ഇങ്ങനെ ഒരു റൗണ്ടിൽ വന്നു. അതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ദേ കൈ ദേ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്, സമത്തിൽ നിൽക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടുന്നാണ് നമ്മുടെ ചരണം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈ പഠിച്ചവർക്കൊക്കെ പാട്ട് അറിയുണ്ടാവും. അതിൻ്റെ തുടക്കത്തിൽ അതിൽ 2-3 ലൈനുകൾ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് മലയ തോചൻ മാതവമേ.
അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കൈ അറിയാം, നമ്മൾ എന്താ കൈ ചെയ്തത് എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൈ ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് കൈ എടുത്തിട്ട് ഇതേ ഇങ്ങനെ ചാടുകയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമത്തിലാണ് നിൽക്കുന്നത്. ഈ സമത്തുനിന്ന് നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ചാടുകയാണ്, ഒന്ന് ബാക്കിലോട്ടായിട്ടൊന്ന് ചാടുകയാണ്. അപ്പോൾ ചാടുമ്പോൾ നമ്മുടെ കാലിതേ ഇങ്ങനെയാണ് വരിക. ഒന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് നിൽക്കുമ്പോഴത്തേ കാല് ഇങ്ങനെ വരും. അപ്പം നമ്മളിതേ ഇങ്ങനെ നിന്നിട്ട് ഇവിടുന്ന് ഈ കൈ ഇതേ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ദേ അങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൈ നമ്മൾ ഡോളാണ് ഇടുക. ഡോളം ഇടുമ്പോൾ നമ്മൾ ഈ കാല് വെച്ചിട്ട് 4 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ടായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ നിൽക്കണം. ഇവിടുന്ന് ഇങ്ങനെ 1 2 3 4 അങ്ങനെ നമ്മൾ 4 സ്റ്റെപ്പാണ് വെക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ലൈൻ വരുമ്പോൾ നമ്മുടെ കൈ ഇവിടെ വെച്ചിട്ട് കാലിതേ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മുടെ ഈ കാലിതേ ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ദേ ഇങ്ങനെയും കൂടി ആക്കാണ് ആ പാട്ടിൻ്റെ കൂടെ. അപ്പോൾ അരമണ്ഡലത്തിലാണ് ഇത് ചെയ്യുന്നത്, മാ തവമേ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ കൈയിൻ്റെ വീഡിയോ ചെയ്തത് കണ്ടു പഠിച്ചവർക്ക് ഈ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ അടുത്തത് മൂന്നാമത്തതും ഇവിടെ ഇതിങ്ങനെ കൈ വെച്ചിട്ട് അത് നടുവെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതാണ്, 1 2 ദിത്തിത്തേ 1 2 ദിത്തിത്തേ 1 2 ദിത്തിത്തേ 1 2 ദിത്തിത്തേ. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ അനുപല്ലവിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അനുപല്ലവിയിൽ ദേവാദിദേവൻ സുന്ദരേശൻ എന്നുള്ളതിൻ്റെ കാല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കാല് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓരോന്ന് സ്പീഡിലാണ് വരിക നമ്മൾ കളിക്കുമ്പോൾ. ഇപ്പം അത് ഓരോന്ന് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നത്തെ അനുപല്ലവി പഠിച്ചവർക്ക് ആ കാല് മനസ്സിലാവും. അപ്പോൾ നമ്മളിതേ ഇങ്ങനെയായിരുന്നു ഇരുന്നിട്ട് കൈ ഇതേ ഇവിടെ വെച്ച് ഇവിടുന്ന് നടുവെന്ന് നമ്മൾ 1 2 ദി തി തൈ 1 2 ദി തി തൈ അതായിരുന്നു 2. പിന്നെ മൂന്നാമത്തെ 1 2 ദി തി തൈ 1 2 ദി തി തൈ. അങ്ങനെയാണ് പാട്ടിൻ്റെ കൂടെ വരിക. ഇത് സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1 2 ദിത്തിത്തേ 1 2 ദിത്തിത്തേ കൈ ഇതേ ഇങ്ങനെ വന്നു, പിന്നുള്ള 1 2 ദിത്തിത്തേ ഇങ്ങനെ നീട്ടി, പിന്നുള്ളത് ഇതേ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ 3 ലൈന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യണത് ഫുള്ള് മുഴുമണ്ഡലം ഇരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മളതിൽ പഠിച്ചത് ഇതാ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്ത് നമ്മളിതിൻ്റെ ലാസ്റ്റ് നമ്മൾ അരമണ്ഡലമാണ് ഇങ്ങനെ ഇരുന്ന്. ഈ അരമണ്ഡലത്തിൽ നിന്ന് അടുത്ത മലയത് ചെന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ കൈ ഇങ്ങനെ ആക്കിയിട്ട് മലയ തോചൻ മാ തവമേ ഒരു പാട്ട്. രണ്ടാമത്തെ മലയ തോചൻ മാ തവമേ. മൂന്നാമത്തെ മലയ തോചൻ മാ തവമേ. ഇനി അടുത്തത് കണ്ണടച്ചിട്ട് ഒരു ഫുൾ പാട്ട് മലയത് എന്നുള്ളത് നമ്മളിത് ഇങ്ങനെ കണ്ണടച്ചിട്ടാണ് അടുത്തത് ചെയ്യണത്. പിന്നെ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്, മലയ തോചൻ മാ തവമേ കഴിഞ്ഞ ദേ ഇങ്ങനെ കൈ വീണ്ടും മലയത്. ഇവിടുന്ന് നമ്മൾ എണീക്കുകയാണ്, മലയ തോചൻ മാ തവമേ കാഞ്ചന. ഇവിടെ ചെയ്യുമ്പോൾ മാത്രം ലാസ്റ്റ് നമ്മൾ കാഞ്ചന എന്ന് പറയുകയാണ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ ആ ഒരു ഫുൾ ഭാഗം നമ്മൾ കൈ പഠിച്ചതൊക്കെ എന്താണ് മുഴുമണ്ഡലത്തിൽ മാത്രമാണ് ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മലയുദ്ധച്ചൻ മാധവമേ ലാസ്റ്റ് എന്താണ് കാഞ്ചന പറഞ്ഞ് സമത്തിൽ ഇങ്ങനെ ചിരിച്ച് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ ബാക്കോട്ടാണ് അടുത്ത പാട്ട് ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത പാട്ട് മാലൈ പുതൻവി മഹാറാണി. അപ്പോൾ അത് നമ്മളൊരു 4 സ്റ്റെപ്പ് ബാക്കോട്ടായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കുട്ടീനെ ഇങ്ങനെ എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മാലൈ പുതൻവി, ഇനി സമം നിന്നിട്ട് മഹാറാണി. ഇതാണ് ആ ഒരു പാട്ട്. 4 സ്റ്റെപ്പ് നമ്മൾ ബാക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മഹാറാണി. ഇനി നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ തുടക്കം മലയാളത്തിൻ്റെ തുടക്കത്തിൽ 3ാമത്തെ ഒരു സ്റ്റെപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. തെയ് തെയ് ദിത്തി തെയ്, അതായത് 1 2 ദിത്തി തെയ് 1 2 ദിത്തി തെയ് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ഭാഗം നമ്മളിവിടെ വീണ്ടും കളിക്കുകയാണ് 1 2 ദിത്തി തെയ്യിൽ. അപ്പോൾ അതവിടെ ചെയ്തത് ഞാനത് സ്പീഡ് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പതുക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പതുക്കെ 1 2 പറയാം. അപ്പോൾ നമ്മൾ 1 2 ദിത്തി തെയ് 1 2 ദിത്തി തെയ്. അത് കഴിഞ്ഞിട്ട് 1 2 ദിത്തി തെയ് 1 2 ദിത്തി തെയ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അവിടെ 3ാമത്തെ ലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേ കാലിൽ നമ്മളിപ്പോൾ ചെയ്ത മാലൈ പുതൻവി മഹാറാണി എന്നുള്ളത് ചെയ്യാണ്. അപ്പോൾ അതിലത്തെ ഓരോ 1 2 ദിത്തി തെയ്ക്കും വരുന്ന കാലുകളായിട്ട് നമ്മൾ കാലും കൈയായിട്ട് ചെയ്യുക. ഇങ്ങനെ 1 2 ദിത്തി തെയ് 1 2 ദിത്തി തെയ്, പിന്നെ കൈ ഇവിടെ 1 2 ദിത്തി തെയ് 1 2 ദിത്തി തെയ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ തെയ് തെയ് ദിത്തി തെയ് വരുമ്പോൾ ആ കൈയും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ട് ചെയ്യണത്. ഇനി നമ്മൾ അടുത്ത പാട്ട് അടുത്ത ലൈനായിട്ട് അവിടെ തുടങ്ങുകയാണ്. അത് എന്താണ്, അലൈ മകൾ കലൈ മകൾ പണിക്കീവാണി, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അരമണ്ഡലാണ് ഇരുന്നത്. ഈ അരമണ്ഡലത്തിൽ നിന്ന് ഇനി നമ്മളിങ്ങനെ ചെരിഞ്ഞ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കൈ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചു. ഇവിടെ നമ്മൾ നേരെ റൈറ്റ് കാലിതേ ഇങ്ങനെ ഇവിടെ കുത്തുക ചെയ്യുക. അപ്പോൾ നമ്മളൊന്നിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങോട്ട്, അടുത്തത് ഈ ലെഫ്റ്റ് കാലെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തും. അപ്പോൾ ഒന്ന് നമ്മളിതേ ഇങ്ങോട്ടിങ്ങനെ ചെരിയും. അങ്ങനെ ഒരു 2 നടത്തം അതിൻ്റെ കൂടെ ചെയ്യാണ്. അപ്പോൾ നമ്മളിതേ ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടുന്ന് അലൈ മകൾ കലൈ മകൾ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അരമണ്ഡലം ഇരിക്കുകയാണ്. അരമണ്ഡലം ഇരുന്നിട്ടാണ് നമ്മൾ ആ ഒരു വീണ പണിക്ക് വാ നീ എന്നുള്ള ആ ഒരു ഭാഗം അവിടെ ചെയ്യണത്. അപ്പോൾ അത് മനസ്സിലായല്ലോ, അരമണ്ഡലത്തിലാണത് ചെയ്തത്. ഇനി അടുത്ത ലൈനിൽ നമ്മൾ ഫ്രണ്ടിലോട്ടൊരു 4 സ്റ്റെപ്പ് ദേ ഇങ്ങനെ തന്നെ കൈ പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ചിരിച്ചിട്ട് 1 2 3 4 എന്നിട്ട് നമ്മളിതേ ഇങ്ങനെ പൂവിടുകയാണ്. അപ്പോൾ നമ്മളത് ഇരുന്നിട്ട് 1 2. അപ്പോൾ നമ്മൾ അരമണ്ഡലാണ്. അത് പാട്ടിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ 4 നടന്ന് വന്നു. ഇപ്പോൾ നമ്മൾ അരമണ്ഡലം ഇരുന്നിട്ടാണ് ഇത് 2 വട്ടം ചെയ്യണത്. അപ്പോൾ ഈ 2 ലൈന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ 3ാമത്തെ അലൈമകൾ കലൈമകൾ എന്നുള്ള ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ദേവി തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കോട്ട് നടക്കുന്നത്. അതിങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് നമ്മൾ തെന്മധുരൈ എന്നുള്ളൊരു സ്റ്റെപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാല് സൈഡിലോട്ട് നമ്മുടെ പൈച്ചലടവിൻ്റെ കാലാണ്, പക്ഷെ അതിൽ ഒരു സ്റ്റെപ്പും കൂടി ചവിട്ടിയിട്ട് 1 2 3 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെന്മധുരൈ വാഴും എന്നുള്ള ഭാഗത്ത്. അപ്പോൾ അതവിടെ പഠിച്ചിട്ടുണ്ട് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാല് മനസ്സിലാവും. ആ കാലാണ് നമ്മളിവിടെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അലൈമകൾ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 1 2 3 1 2 3
അങ്ങനെ 2 വരും. പിന്നെ അടുത്തത് വരിക 1 2 3 1 2 3 അങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ ആ 1 2 3 ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ചാടി ചെയ്യുമ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം. അത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് ചാടുമ്പോഴേ ഇങ്ങനെ നോട്ടം നോക്കാം. അങ്ങനെ കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടിങ്ങനെ നോക്കാം. അതേപോലെ വീണ്ടും ചാടുമ്പോൾ നമുക്കിതേ ഇങ്ങനെ നോക്കിയിട്ടും ചെയ്യാം. ഇനി അടുത്തത് ഒരു 2 ലൈനും കൂടിയാണ് നമുക്കൊരു പുതിയതായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ പല്ലവിയിൽ ചെയ്ത അതേ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാട്ട് അമുദമെന്ന എന്നുള്ളത് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കാലിതേ നമ്മൾ ഇങ്ങോട്ട് കുത്തി വെക്കുന്നു. എന്നിട്ട് കൈ ദേ ഇങ്ങനെ വെച്ചിട്ടാണ് താളം. അമുദമെന്ന ഇനിയ എന്നിട്ട് മുത്തമേ വളന്ത ഇങ്ങനെയാണ് നമ്മൾ കാലി വെച്ച് ലാസ്റ്റ് സമത്തിലോട്ടായിട്ട്. അത് മനസ്സിലായല്ലോ. ആദ്യത്തതിന് ഇവിടെ വെച്ചു, ലാസ്റ്റ് വളന്ത പറയുമ്പോൾ നമ്മൾ സമത്തിലായിട്ട് വന്നു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇതേ തന്നെ. അമുദമെന്ന ഇനിയെ ചെയ്യുന്നത് നമ്മൾ പരവലടവ് അതിൻ്റെ കാലിലാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പരവലടവ് നമ്മൾ തൊട്ട് മുന്നേ അനുപല്ലവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് 1 2 3 4 5 6 7 8. അത് കഴിഞ്ഞാൽ അടുത്തത് 1 2 3 4 5 6 7 8. ഇതാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പരവലടവ് കാലറിയണവർക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ പല്ലവിയിൽ ഒരു ദേവി എന്നുള്ളത് നമ്മളിങ്ങനെ പിടിച്ച് ബാക്കോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേ ദേവി അവിടെ എന്ത് കളിച്ചോ അതേപോലെ നമ്മളിവിടെ കളിക്കാൻ പോവുക. അപ്പം ഞാൻ അത് 1 2 അങ്ങനെ പറഞ്ഞിട്ട് ആ കാലൊന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബാക്കോട്ട് ദേവി നമ്മൾ ബാക്ക് ഇങ്ങനെ തിരിയായിരുന്നു. നീയേ തുണൈ. ഇനി നമ്മൾ സൈഡിലോട്ട് നമ്മുടെ പൈച്ചലടവിൻ്റെ സ്റ്റെപ്പിൽ 1 2 3 1 2 3 എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കൈ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളിങ്ങനെ 1 2 3 1 2 3 1 2 3 1 2 3 ഇതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ചെരിഞ്ഞ് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തൊഴുതിട്ട് ഇങ്ങനെ 1 2 3 4. പിന്നെ നീയേ പറയുമ്പോൾ നമ്മളിതേ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെന്മധുരൈ പറയുമ്പോൾ ദേ കാലിതേ ഇങ്ങനെ വെച്ചിട്ട് തെന്മധുരൈ വാഴും. നന്നായിട്ട് അതിലോട്ട് ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് തെന്മധുരൈ വാഴും. അത് കഴിഞ്ഞിട്ട് ആ കാലിങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ റൈറ്റ് ലെഫ്റ്റ് അതിൻ്റെ കൂടെ കാലും ലെഫ്റ്റ് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്ക ധീമി എന്നുള്ള ഒരു ഭാഗം നമ്മൾ തൊട്ട് മുന്നേ പല്ലവിയിലും അനുപല്ലവിയിലും ചെയ്തതെന്തോ അത് തന്നെ ഇവിടെ നമ്മൾ ചലനത്തിലും ചെയ്തിട്ട് നമ്മൾ ഈ ഡാൻസ് ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ പറഞ്ഞ അതേപോലെ നിങ്ങൾ സ്പീഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എണ്ണം ഇങ്ങനെ കറക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 2 തക്കതിമി ഇങ്ങനെ 2 തക്കതിമി അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഇരുന്നിട്ട് കൈ ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് 2 തക്കതിമി ദേവിക്ക് ഇവിടെ വരുന്നു. അപ്പോൾ നമ്മൾ തക്കധിമി തക്കധിമി പിന്നെ 2 തക്കതിമി ഇതായിരുന്നു. അത് നിങ്ങൾക്കറിയാലോ. പിന്നെ നമ്മൾ ചെയ്തത് ഏതായിരുന്നു, ഒരു തക്കതിമി ഇവിടെയും പിന്നെ ഒരു തക്കതിമി ഇവിടെയും പിന്നെ ഒരു തക്കതിമി ഇവിടെയും വന്നു. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ അവസാനം നമ്മൾ 1 2 ദിത്തിത്തേ അതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും എന്താണ് ദേ ഇങ്ങനെ 1 അത് കഴിഞ്ഞത് അപ്പുറത്തേക്ക് 2 എന്നിട്ട് നമ്മൾ 1 2 3 4 കൈ ദേ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കൊണ്ടുവരിക.
അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡാൻസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കൈയും കാലൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഓരോ വട്ടമൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാതും 2 വട്ടമൊക്കെ ഇങ്ങനെ എടുത്ത് പറയിച്ച് വലിയ വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വട്ടം തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കൈയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന കാല് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു ദേവി നീയേ തുണേ എന്നുള്ളൊരു ഡാൻസ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ദേവി നീയേ തുണേൻ്റെ ചലനമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത് അവസാനത്തെ ക്ലാസ് ആയിരുന്നു കൈയും കാലും കൂടി പഠിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോഴേക്കും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളുകളാണ് വെച്ചാൽ ആദ്യം കൈകൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം കൈയും കാലും കൂടി ചെയ്യുന്ന വീഡിയോ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.